ഓർക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇത് ഫ്ലാറ്റ് വല്ലതും മാറുവാണോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് ഓർക്കുന്നുണ്ടായിരിക്കും. അത് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് സാധനങ്ങൾ. ഇതെൻ്റെ ഈ ബ്ലൂ കവറിനകത്ത് കുറച്ച് എൻ്റെ ചുരിദാറുകളും ഒക്കെയാണ്. ഇതും ഇവിടുത്തെ കുറച്ച് ബെഡ്ഷീറ്റ്സും ചുരിദാറുകളും ഒക്കെയാണ്. പിന്നെ ചപ്പൽസ്, ബാഗ്സ്. പിന്നെ ഇവിടെ ഈ കവറിൽ കുറച്ച് ഷർട്ട്സ് ആൻഡ് ഇതിൻ്റെ ബാഗ്സ്. ഇത് കുറച്ച് ഷർട്ട്സ് ആൻഡ് പാൻറ്റ്സ് 2 കവറിൽ. ഇത് കുട്ടികളുടെ കുറച്ച് ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്ത് ബാഗിനകത്ത് ഒക്കെ ആക്കിയിരിക്കുകയാണ്. ഇതും കുട്ടികളുടെ ഡ്രസ്സാണ്. ഇത് കുറച്ച് പാത്രങ്ങളാണ്. പാത്രങ്ങൾ കുറച്ച് ഉപയോഗം ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പാത്രങ്ങളാണ്. ഈ കാസറോള് നല്ലതാണ്, പക്ഷേ അതിൽ ചൂട് നിൽക്കുന്നില്ല. അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഫ്രൈ പാൻ, പിന്നെ ഈ വലിയ പാത്രം, ഇതിൻ്റെ തന്നെ വേറൊരു പാത്രം, പിന്നെ ഇങ്ങനത്തെ ഒരു പാത്രം, ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നിക്കാണും, ഇത് എന്തിനാണ് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. ഇവിടെ ഞങ്ങൾ ഒമാനിലാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒമാനിൽ തന്നെ നമുക്ക് കുറച്ച് ഉപയോഗം നമ്മൾ കഴിഞ്ഞ എൻ്റെ ഈ സാധനങ്ങളൊക്കെ കുട്ടികളുടെ ഡ്രസ്സുകളും എൻ്റെ കുറച്ച് ചുരിദാറുകളും പിന്നെ അതുപോലെ തന്നെ ബാഗ്സ്, ചെരുപ്പുകളൊക്കെയാണ്. അപ്പം അതെല്ലാം ഇവിടെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് നിങ്ങൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ അവിടെ നമുക്കിതെല്ലാം ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ന്യൂ ഇയർ ആയിട്ടിപ്പം ന്യൂ ഇയർ കഴിഞ്ഞ് ഇപ്പം 4th ഡേ എന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ന്യൂ ഇയർ ആകുമ്പോൾ നമുക്ക് സ്വയം ഒരു തോന്നൽ വരുമല്ലോ, ഇനി നമ്മൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും നമ്മളൊന്ന് പുതുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് പുതുക്കണം എന്നൊക്കെ ഒരു നമ്മൾ കുറച്ച് റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന സമയം കൂടാണ്. ചിലപ്പോഴൊന്നും നടക്കാൻ പറ്റാറില്ല. എന്നിരുന്നാലും നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം നമ്മുടെ ഫ്ലാറ്റ്, അല്ലെങ്കിൽ നമ്മുടെ വീടൊന്ന് റീഅറേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാറുണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം നമുക്ക് ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്താൽ, നമ്മൾ വെറുതെ അത് കച്ചറ ബോക്സിൽ കൊണ്ട് കളയുന്നതിനെക്കാട്ടിലും ആർക്കെങ്കിലും ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളാണിതെല്ലാം. അപ്പോൾ അത് വെറുതെ കളയാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി അവിടെ കൊടുക്കുന്നതും ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളുമെല്ലാം അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അറിയാം. ദാറല്ലത്ത, ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥാപനം. ഇതിന് താഴെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോക്സ് ഇരിപ്പുണ്ട്. ആ ബോക്സിൽ നമുക്ക് കുറച്ച് സാധനമൊക്കെ ഉള്ളെങ്കിൽ ആ ബോക്സ് നമുക്ക് നിക്ഷേപിക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിറച്ച് സാധനങ്ങൾ, എന്ത് സാധനങ്ങൾ വേണമെങ്കിലും, പാത്രങ്ങൾ, ബോക്സ്, പിന്നെ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മൊത്തം നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ കട്ടിൽ, മേശ, എന്ത് സാധനം നമ്മൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ടാത്തതായിട്ടുള്ളതെല്ലാം ഇവിടെ ഡൊണേറ്റ് ചെയ്യാം. ഇത് 2002 ഒമാനിൽ തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ്. 2006 ഒക്കെ ആയപ്പോൾ ഇവർക്ക് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ റെക്കഗ്നേഷനൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ അന്ന് മുതൽ ഇവരിത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിവിടെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമ്പോൾ ഈ കുറഞ്ഞ വിലയ്ക്ക് പലർക്ക് ഇവിടുന്ന് വാങ്ങിക്കാം, സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവർ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഹോസ്പിറ്റൽസിന് അല്ലെങ്കിൽ സ്കൂൾസിന്, പിന്നെ ഓരോ വർഷവും ഇവർ വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ കിട്ടുന്ന എമൗണ്ടിൽ നിന്നും. പിന്നെ വേറെ പലരും ഇവരെ ഹെൽപ്പ് ചെയ്ത് ഇവർ വീടൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുമുണ്ട്. ഇതൊരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഞങ്ങളുടെ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു സ്ഥാപനം. ഞാൻ നേരത്തെ ഇവിടെ പോയിട്ടില്ല. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനായിട്ട് പറ്റിയത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇത് കറക്റ്റ് അവരുടെ കൈകളിൽ അത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ സാധനങ്ങൾ നോക്കുകയും വാങ്ങിക്കാനും ഒക്കെ നിൽപ്പുണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങനെ സാധനങ്ങളൊക്കെ നോക്കി നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഏരിയയിലുണ്ട് സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്.
ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കുറച്ച് നാളായി നമുക്കൊന്ന് മാറണം എന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ ഏത് സാധനങ്ങളും, നമ്മുടെ പാത്രങ്ങളായിക്കോട്ടെ, വസ്ത്രങ്ങൾ, നമ്മൾ ഉപയോഗിച്ച ബുക്സ് ഒക്കെ നമുക്ക് വെറുതെ കളയുന്നതിനേക്കാളും നല്ലത് നമ്മളിവിടെ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ അത് വേറെ പലരും ഇവിടെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു സ്ഥാപനമാണിത്. ഇവിടെ ഒമാനിൽ ദാറല്ലത്ത എന്ന് പറഞ്ഞ സ്ഥലമാണ്. അത് അവിടുത്തെ എല്ലാ വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.